ഒന്നുമില്ല. അത് മാത്രമല്ല നമ്മുടെ ആറ് നെയ്യാഡാമാണേ. ആറ് ഒത്തിരി വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. ആ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു ആറിൽ പിന്നെ ആനയിൽ കുളിപ്പിക്കാനായിട്ട് കൊണ്ട് ഇറക്കുന്ന ഭാഗമാണ് കേട്ടോ. അവിടെ നിർത്തിയാണ് കുളിപ്പിക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അതുവഴി വഴിയുണ്ട്. അപ്പോൾ നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ് കേട്ടോ. അതിന് മുന്നേയൊക്കെ നമ്മൾ വന്നപ്പോൾ വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര കര മൊത്തം വറ്റി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഒത്തിരി വെള്ളമുണ്ട്. പിന്നെ അത് മാത്രമല്ല തിരക്കൊന്നുമില്ല, സമാധാനപരമായിട്ട് തിരക്കൊന്നുമില്ലാതെ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അവധിയല്ല, അവധി ദിവസമല്ല വന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഉച്ച സമയമാണ്, തിരക്കൊന്നുമില്ല. ഇവിടെ ആനയൊന്നും ഇല്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അത് കണ്ടപ്പോൾ നമ്മൾ കയറി അവിടെ ഒന്ന് നോക്കി വെച്ചും വരാം. അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനൊന്നും, പുകയുമില്ല, പൂത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വിളിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഒരു ബിൽഡിംഗ് ആണ്, പക്ഷെ ഒന്നും പ്രവർത്തനമല്ല, ഒരു ഓഫീസ് എന്തോ ആണ്. ഈ ഒരു കെട്ടിടത്തിൽ വേറെ പ്രവർത്തനമൊന്നും ഉള്ള കെട്ടിടമല്ല. അതിനപ്പുറത്തൊരു കൂടുണ്ട്, ആനയുടെ കൂടുണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇപ്പോൾ ആനയില്ല കേട്ടോ. അവിടെ നിന്നിട്ട് അതിനപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. പുതിയ കൂടുകൾ സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ആന അങ്ങോട്ട് മാറ്റി. നമ്മൾ വെറുതെ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിന് മുന്നേ വന്നപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഇല്ല. നമ്മൾ കാപ്പുകാട് ആന കാണാൻ വേണ്ടി, അടുത്ത മൂന്നാമത്തെ ആന കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോവാട്ടോ. നടന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, ഉച്ച സമയമായതുകൊണ്ട് തിരക്കൊന്നുമില്ല. പിന്നെ അവധി ദിവസം അല്ലാത്തതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. തിരക്കില്ലാതെ കാണാം എന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് ഇന്നത്തെ ഈ യാത്ര. കണ്ടോ, തിരക്കൊന്നുമില്ല, ആരുമില്ല. നല്ലത് പേരിട്ടു. രണ്ട് പേർക്കും തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീറ്റപ്പുല്ല് കഴിക്കുകയാണ്. രണ്ട് പേരും അടുത്തടുത്ത് നിൽക്കും. ഇവിടെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഇനി കുറേ ദൂരം നടന്നിട്ടാണ് അടുത്ത കൂടുതൽ ഇട്ട് പോകാൻ കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. വെയിലും മഴയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു കാലാവസ്ഥ കേട്ടോ. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ആനയ്ക്ക് ചോറ് കൊടുക്കുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ആന ചോറുന്നത് കാണുന്നത്. ചോറാണോ എന്താണെന്ന് അറിയത്തില്ല, തീറ്റ എന്താണ് അതിന് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. വളർത്തു പുല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ഒരു വലിയ ചരുവത്തിൽ എന്തോ ഫുഡ് അവിടെ നിൽക്കുന്ന ആൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല എന്താണെന്നുള്ളത്. ഉരുട്ടി ഓരോ ഉരുളയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഒരാൾ കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കുളിക്കാനായിട്ട് വൃത്തിയായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ, കുഞ്ഞു പിള്ളേരെ പോലെ. ആറാമത്തെ ആനയെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാപ്പുകാടിൽ നിന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കാപ്പുകാടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ, ഇന്ന് പോകാൻ തോന്നുന്നില്ല. എന്നാലും കുറേ സമയം, ഇതിന് മുന്നേയൊക്കെ ഇത്രയും സമയം നിന്നിട്ടില്ല, ഇന്ന് ഒരുപാട് സമയം നിന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് വീട്ടിലോട്ടുള്ള യാത്രയാണ്. ഒരുപാട് ദൂരമില്ല വീട് ഇവിടുന്ന്. ഓക്കേ, അപ്പോൾ ബൈ പറഞ്ഞ് നമ്മൾ കാപ്പുകാടിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. കാണുന്നത് വരേക്കും ബൈ.